ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സമഗ്ര പബ്ലിഷ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ബെസ്റ്റീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ചോദ്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് വായിക്കുക. 8 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ 5 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനും ആയി നടപ്പാക്കി വരുന്ന ചില പരിപാടികളും അവയുടെ സവിശേഷതകളുമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പട്ടിക നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക. The following table shows some of the programs implemented by the central and state government and the local self-government for poverty alleviation. പോവർട്ടി അലിവിയേഷൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക ആൻഡ് ടു റെഡ്യൂസ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. അപ്പോൾ പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്. അത് ആരൊക്കെയൊക്കെയാണ് കിട്ടേണ്ടത്, ബെനഫിഷ്യറീസ്, ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലത് ഫില്ല് ചെയ്തിട്ടുണ്ട്, ചിലത് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ മിസ്സിങ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് മിഷന് എന്താണ്, ആരാണ് ബെനഫിഷ്യറീസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ടു പ്രൊവൈഡ് സേഫ് ആൻഡ് ഡീസൻറ്റ് ഹൗസിംഗ് സിസ്റ്റം. അപ്പോൾ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ സവിശേഷതകൾ സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഗുണഭോക്താവ് ഏതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ബെനഫിഷ്യറീസ് എന്ന് പറയുന്നത് ഓൾ ദ ലാൻഡ്ലെസ് ഹോംലെസ് പീപ്പിൾ വിത്ത് homes that have not been fully constructed and those whose existing house is not fit to live in. ആരൊക്കെയാണ്? ഭൂരഹിതർ. ഓൾ ദ ലാൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ, ലാൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ ഭൂമി ഇല്ലാത്തവർ. ഹോംലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂരഹിത ഭവനരഹിതർ, വീടില്ലാത്തവർ. പിന്നെ വീട് പൂർത്തിയാക്കാത്തവർ, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർ. ഇത്രയും ആൾക്കാർക്കാണ് ലൈഫ് മിഷൻ്റെ ബെനഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? കൈവല്യാണ്. കൈവല്യ എന്ന് പറയുന്നത് എന്താണ്? ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻസ്. അപ്പം കൈവല്യയുടെ ബെനഫിഷ്യറീസ് ആരാന്ന് മനസ്സിലായല്ലോ. ഡിഫറൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ്, അതായത് ഉദ്യോഗാർത്ഥികളാണ്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻസ്, അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ. ഇനി അടുത്തത് പ്രതിഭാധീരമാണ്. ഇതിൻ്റെ ബെനഫിഷ്യറീസ് ആരാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഫോർ ദ എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെൻറ്റ്. ഫീച്ചേഴ്സ് എന്താണ്? ഫോർ ദ എഡ്യൂക്കേഷണൽ അഡ്വാൻറ്റേജസ്. അപ്പോൾ പ്രതിഭാധീരം എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഹെയിലിംഗ് ഫ്രം ദ കോസ്റ്റൽ റീജിയൻസ്. കോസ്റ്റൽ റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരദേശ മേഖല, കടൽ തീരവുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ക്വസ്റ്റ്യൻ ജനനി ജന്മരക്ഷ. ഇതാരൊക്കെയാണ്? ബെനഫിഷ്യറീസ് ആരാണ്? പ്രഗ്നൻറ്റ് വിമൻ ആൻഡ് മദേഴ്സ് ഫ്രം ട്രൈബൽ ഗ്രൂപ്പ്സ്. ഇതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. പ്രൊവൈഡ് ന്യൂട്രീഷൻസ്, അതായത് പോഷകാഹാര ലഭ്യതയാണ് ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതികൾ നിങ്ങൾ പഠിച്ചു വെക്കുക, അതിൻ്റെ ബെനഫിഷ്യറീസ് പഠിച്ചു വെക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ലൈഫ് മിഷന് വീടില്ലാത്തവർക്കാണ്. കൈവല്യ എന്ന് പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൾക്കാർക്കുള്ളതാണ്. പ്രതിഭാധീരം എന്ന് പറയുന്ന കോസ്റ്റൽ റീജിയനിലുള്ള സ്റ്റുഡൻസിനുള്ളതാണ്, അതായത് തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ളതാണ്. ജനനി ജന്മരക്ഷ എന്ന് പറയുന്ന പ്രഗ്നൻറ്റ് വിമൻ, അതായത് ഗർഭിണികൾക്കും അതേപോലെ തന്നെ അമ്മമാർക്കും ഉള്ളതാണ്. അത് പോഷകാഹാര ലഭ്യതയ്ക്ക് വേണ്ടിയാണ്, ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അത്. അത്രയും ചോദ്യങ്ങളാണ്. ഇതിന് ആക്ടിവിറ്റി 1 ബന്ധപ്പെട്ട് ഒരു ഉപചോദ്യം കൂടിയുണ്ട്, നമുക്ക് നോക്കാം. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? തീരമൈത്രി പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ
ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഗോത്രബന്ധു കൈവല്യം. അപ്പോൾ എല്ലാവർക്കും അറിയാലത് തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. വിച്ച് സ്കീം എൻഷുർസ് അൺസ്കിൽഡ് ഫിസിക്കൽ എംപ്ലോയ്മെൻറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 100 ഡേയ്സ്. അപ്പോൾ ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ പ്രത്യേകത എന്തെങ്കിലും തിരിച്ചു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയണം? എൻഷുർസ് അൺസ്കിൽഡ് ഫിസിക്കൽ എംപ്ലോയ്മെൻറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 100 ഡേയ്സ്. ഇത് തിരിച്ചു മറിച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഇനി നമുക്ക് അടുത്തത് ആക്ടിവിറ്റി 2. ദ പിക്ചേഴ്സ് ഓഫ് സം പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക് ആർ ഗിവൺ ബിലോ. കുറച്ച് പിക്ചേഴ്സ് പ്ലാനറ്റ്സിൻ്റെ തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് ക്യാരക്ടേഴ്സും തന്നിട്ടുണ്ട്. ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. The largest planet, red planet, the planet that is closest to that. Find the characteristics related to each planet and add them appropriately. അപ്പോൾ ചോദ്യം ഇതാണ്, മലയാളത്തിലുള്ള ചോദ്യം നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ ചില ഗ്രഹങ്ങളുടെ ചിത്രങ്ങളും അവയുടെ സവിശേഷതകളും താഴെ കൊടുത്തിരിക്കുന്നു. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഭൂമിയാണ് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. ഏറ്റവും വലിയ ഗ്രഹം, ചുവന്ന ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സവിശേഷതകളിൽ നിന്ന് ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടോ കണ്ടെത്തി ചേർക്കുക. ബുധൻ, ചൊവ്വ തുടങ്ങിയവ തന്നിട്ടുണ്ട്. അതായത് മെർക്കുറി, മാർസ്, ജൂപ്പിറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മെർക്കുറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോസസ്റ്റ് ടു സണ്ണ്, അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്താണ്? മെർക്കുറിയാണ്. മാർസ് എന്ന് പറയുന്നത് റെഡ് പ്ലാനറ്റ് ആണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതാണ് ചൊവ്വ. ജൂപ്പിറ്റർ എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം എന്ന് പറയുന്നത് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ജൂപ്പിറ്റർ ആണ്. എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ഓൺലി പ്ലാനറ്റ് വിച്ച് ലൈഫ് എക്സിസ്റ്റ്. അപ്പോൾ ഗ്രഹങ്ങളെ പറ്റിയിട്ട്, പ്ലാനറ്റ്സിനെ പറ്റിയിട്ടും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ്, ഇങ്ങനത്തെ ഐഡൻറ്റിറ്റി കാർഡ് എഴുതാൻ വേണമെങ്കിൽ 2 ഫീച്ചേഴ്സെങ്കിലും ചുരുങ്ങിയത് എഴുതാൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. വിച്ച് പ്ലാനറ്റ് ഈസ് ദ ഫാർദസ്റ്റ് ഫ്രം ദി സൺ എന്ന് ചോദിച്ചാൽ ആരാണ്? നെപ്റ്റ്യൂൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളത്തിലുള്ള ചോദ്യം നോക്കാം. വ്യാഴവും ഭൂമിയാണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. അപ്പോൾ ബുധൻ്റെ സവിശേഷത എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വ ചുവന്ന ഗ്രഹം. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ്. ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഓരോ ഗ്രഹമാണ്. അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റിക്ക് എന്ന് പറഞ്ഞാൽ 5 മാർക്കാണ്. ഇങ്ങനെ നിങ്ങളെ ഓരോ പോയിന്റ് വീതം എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഉപചോദ്യമുണ്ട്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ആരാണ്? നെപ്റ്റ്യൂൺ ആണ്. ഇനി അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. ആക്ടിവിറ്റി 3 നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ. ഭൂമിയുടെ ഭ്രമണം, പരിക്രമണം എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ചിത്രത്തിൽ ഭ്രമണം, പരിക്രമണം എന്നിവ യഥാക്രമം ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഒരു അച്യുതനുണ്ട്, ഭൂമിയുടെ അച്യുതനുണ്ട്. അതിൽ സ്വയം തിരികെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. ഇത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ വലം വയ്ക്കുകയാണ്. ഇതിനെ എന്താണ് പറയുന്നത്? പരിക്രമണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചിത്രം എ എന്താണ്? ഭ്രമണമാണ്. ചിത്രം ബി എന്താണ്? പരിക്രമണമാണ്, അല്ലേ? ചിത്രം എ ഭ്രമണവും ചിത്രം ബി പരിക്രമണവുമാണ്. അപ്പം അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ മിസ്സിങ് ആണ്. അപ്പം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. റൊട്ടേഷനാണ്, ഇത് റൊട്ടേഷനാണ്, ഇത് എന്താണ്? റെവല്യൂഷനാണ്. അപ്പം ഡേ ആൻഡ് നൈറ്റൊക്കെ വരുന്നത് എങ്ങനെയാണ്? റൊട്ടേഷൻ മൂലമാണ്. സീസൺസ് ഒക്കെ ഒക്കർ ചെയ്യുന്നത് റെവല്യൂഷൻ മൂലമാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കൂ, റൊട്ടേഷനും റെവല്യൂഷനുമാണ്. റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. അപ്പോൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പിന്നിങ് ഓഫ് എർത്ത് സ്പിൻ ചെയ്യാണ്. എവിടെയാണ്? ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആസ് ഇറ്റ് റൊട്ടേറ്റ്സ് ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ ഓൺ എ ഫിക്സഡ് ഓർബിറ്റ്. അതായത് സണ്ണിന് ചുറ്റും ഒരു ഫിക്സഡ് ഓർബിറ്റ് കൂടി. ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാനറ്റ് സഞ്ചരിക്കുന്ന ആ ഒരു വേനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഓർബിറ്റിന് ഉള്ളിലൂടെ സൂര്യന് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രവർത്തനം 4 നോക്കാം. ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സം റീജിയൻസ് ഓഫ് ദ എർത്ത്. വെരി ലിറ്റിൽ റെയിൻഫോൾ, സാൻഡ് സ്റ്റോം. അപ്പോൾ ചില പ്രദേശങ്ങളുടെ സവിശേഷതകളാണ് കൊടുത്തിരിക്കുന്നത്. മഴ തീരെ കുറവ്, മണൽക്കാറ്റ്, നായ്ക്കൾ വലിക്കുന്ന സ്ലഡ്ജുകൾ, ഇഗ്ലൂ.
ഓക്കെ. സ്ലഡ്സ് പുൾഡ് ബൈ ഡോഗ്സ് ഇഗ്ലൂസ്. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. പോളാർ ബെയർ സീൽസ് സ്നോവി ഔൾസ്. വാസ്റ്റ് ആൻഡ് സാൻഡ് പ്ലെയിൻസ് ഡ്രൈ വിൻഡ്സ്. ഹണ്ടിങ് ഫിഷിംഗ്. അങ്ങനെ ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ദ വൺസ് റിലേറ്റഡ് ടു പോളാർ റീജിയൻ. അപ്പോൾ പോളാർ റീജിയനിൽ റിലേറ്റ് ചെയ്ത കാര്യം മാത്രം നിങ്ങളോട് എഴുതാൻ പറഞ്ഞതാണ്. നൽകിയിരിക്കുന്ന സദൃശ ധ്രുവ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തി എഴുതുക. അപ്പോൾ പോളാർ റീജിയനിൽ നമുക്കറിയാം എന്താണ്, ഇതെന്താണ്, ഇത് മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് ഡെസേർട്ടുമായിട്ട്. ഇത് സ്ലഡ്ജ് പ്ലൂഡ് ബൈ ഡോഗ്സ്, അത് പോളാർ റീജിയൻ ആണ്. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് മരുഭൂമിയിലുള്ളത്, ഡെസേർട്ടിലാണ്. പോളാർ ബെയർസ് നമുക്ക് ഇതിൽ എഴുതാം. വിസിറ്റ് സാൻഡ് പ്ലെയിൻസ്, ഡ്രൈ വിൻഡ്സ്, ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ്. ഈ മൂന്നെണ്ണമാണ് നമുക്ക് പോളാർ റീജിയനുമായിട്ട് എഴുതാൻ പറ്റുന്നത്. ഓക്കെ. റൈറ്റ് ടു എൻവയോൺമെൻറ്റ് കൺസർവേഷൻ ആക്ടിവിറ്റീസ് യു ക്യാൻ ഡു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അത് ഇന്നലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ. നൽകിയിരിക്കുന്ന സവിശേഷതകളിൽ നിന്ന് ധ്രുവപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തി എഴുതുക. എന്താണ്? നായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജുകൾ ഇഗ്ലൂ, ഇതൊക്കെ ധ്രുവപ്രദേശവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ്. ഹിമക്കരടി, സീല്, ഹിമമൂങ്ങ, വേട്ടയാടൽ, മത്സ്യബന്ധനം, ഇതൊക്കെ എന്താണ്, നമ്മുടെ ധ്രുവപ്രദേശവുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് നോക്കൂ, കുറേ സയൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഫസ്റ്റ് വൺ സൈക്കിളിൻ്റെ ഒരു റോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനെന്താ പറയുക? സൈക്കിൾ സവാരി പാടില്ല, ഇതിലൂടെ സൈക്കിള് ഓട്ടാൻ പാടില്ല. ഇവിടെ എന്താണ്, ഇതെന്താ ഉദ്ദേശിക്കുന്നത്? കാൽനട യാത്ര അനുവദനീയമല്ല എന്നാണ്. ഇതെന്താണ്? നോ പാർക്കിംഗ് ആണ്. ഇവിടെ എന്താണ്? സ്കൂളുണ്ട്. പിന്നെ നാലാമത്തെ എന്താണ്? റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഇവിടെ എന്താണ്? കാൽനടക്ക മുറിച്ച്, അതായത് സീബ്ര ലൈൻ ഉള്ള സ്ഥലമാണ് എന്നാണ്. റൈറ്റ് ടു റൂൾസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് എവറി ഡേ ലൈഫ്. അപ്പം നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള 2 നിയമങ്ങൾ എഴുതാനാണ്. എന്താണ്? റോഡ് സുരക്ഷാ നിയമം എഴുതാം, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലനീതി നിയമം, ബാലവേല നിരോധന നിയമം, പോക്സോ ആക്ട്, വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. 2 എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നമുക്ക് അത് ഓരോന്നും എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നോ സൈക്ലിംഗ്, അതാണ് സൈക്കിളിന് ഒരു റോങ് ആയിട്ടിട്ട്. പെഡസ്ട്രിയൻ നോട്ട് അലൗഡ്. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽനട യാത്രക്കാരെ അലൗ എല്ലാം. നോ പാർക്കിംഗ് ആണ് മറ്റേത്. ദർ ഈസ് എ സ്കൂൾ ഹെഡ്, ബി കെയർഫുൾ. ഇവിടെ ഒരു സ്കൂൾ ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കുക. ദർ ഈസ് എ റെയിൽവേ ക്രോസിംഗ് ഹെഡ്. നമ്മൾ നേരത്തെ 4ാമത്തെ സൈൻ എന്താണ്? റെയിൽവേ ക്രോസിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏരിയ വിജയർ പെഡസ്ട്രിയൻ ക്രോസ് ദ റോഡ്, സീബ്ര ക്രോസിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾക്ക് നിത്യജീവിതത്തിൽ യു ആർ ഫെമിലിയർ വിത്ത് എവറി ഡേ ലൈഫ് എന്ന് വെച്ചിട്ട് ട്രാഫിക് റൂൾസ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ചൈൽഡ് റൈറ്റ്സ് ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, പോക്സോ ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. കുട്ടികളുടെ അവകാശ സംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്ന ജാതിയിൽ പ്രദർശിക്കാൻ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ നീനുവിനെ സഹായിക്കാനായി പോസ്റ്ററിൽ ചേർക്കാനുള്ള 2 സന്ദേശങ്ങൾ എഴുതുക. 2ാമത്തെ ചോദ്യം, സുപ്രീം കോടതിയും ജില്ലാ കോടതിയും കൂടാതെ വിവിധതരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കോടതിയുടെ ശ്രേണിഘടന രൂപീകരിക്കുക. അപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എന്താണ്? ഹൈക്കോടതിയാണ്. പിന്നെ ജില്ലാ കോടതികളാണ്. പിന്നെ വരുന്നത് എന്താണ്? കീഴ്ക്കോടതികളാണ്. Okay, can you write 2 messages to be included to post it to help Nino? Apart from the Supreme Court and District Court, there are various types of courts functioning in our country. Complete the hierarchy of courts. അപ്പോൾ സുപ്രീം കോർട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാണ്? ഹൈക്കോർട്ടാണ്. പിന്നെ ഡിസ്ട്രിക്ട് കോർട്ടാണ്. പിന്നെ സെഷൻ കോർട്ടാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ. വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ ആയിട്ട് എപ്പോഴാണ് നമ്മൾ ആചരിക്കുന്നത് വെച്ചാൽ എന്താണ്? നവംബർ 20 ആണ്. ലോക ബാലാവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണ്? നവംബർ 20. ഇനി പ്രവർത്തനം 7 നോക്കാം. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കൂടാതെ ചുവടെ നൽകിയിട്ടുള്ള പട്ടിക വായിച്ച് വിട്ടുപോയവ പൂരിപ്പിക്കുക. ഇനി ഞാൻ ഒഴുകട്ടെ, അതിൻ്റെ പദ്ധതിയുടെ പേരാണ്, അതിൻ്റെ കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതാരാണ് നിർവഹിക്കുന്നത്. പിന്നെ
തദ്ദേശ ഭരണവകുപ്പ് തയ്യാറാക്കുന്ന കേന്ദ്ര സർക്കാർ തെളിനീരൊഴുകും നവകേരള. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ പ്രവർത്തനമാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പല ഡിപ്പാർട്ട്മെൻറ്റും നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. അപ്പോൾ എന്താണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ജൽ ജീവൻ മിഷൻ, മാലിന്യമുക്ത നവകേരളം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തെളിനീരൊഴുകും നവകേരളം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ഓർപ്പിച്ച് വെക്കുക. ഇനി വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു എൻഷുർ വാട്ടർ കൺസർവേഷൻ. വാട്ടർ കൺസർവേഷൻ എൻഷുർ ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? റെയിൻ പിറ്റ്സ്, കുഴികൾ ഉണ്ടാക്കുക, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ബൺസ് ആൻഡ് മൾച്ചിങ്. ഇനി ദർ ആർ 2 മെയിൻ സീസൺ in Kerala, which are they? South west monsoon or കാലവർഷ, നോർത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ, തുലാവർഷ. അപ്പോൾ സീസണിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓൺലി എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് ദ വേർഡ്സ് ടോട്ടൽ വാട്ടർ സപ്ലൈ ഈസ് ഫ്രഷ് വാട്ടർ. ഈസ് ഇറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ടു കൺസേർവ് ദിസ് പ്രഷ്യസ് വാട്ടർ? വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു എൻഷുർ വാട്ടർ കൺസർവേഷൻ? അതാണ് നമ്മളിവിടെ പറഞ്ഞ റെയിൻ പിറ്റ്സും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്, മഴവെള്ളം സംരക്ഷിക്കുക, അതിനുള്ള പദ്ധതികൾ. ദർ ആർ 2 മെയിൻ സീസൺ, അതും ചോദിച്ചിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും, അതിന് വേറെയും പേര് പറയുന്നുണ്ട്, കാലവർഷവും തുലാവർഷവും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരള മിഷനാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി നിർവഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അതേപോലെ മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഓർത്ത് വെക്കുക. ജൽ ജീവൻ മിഷന് കേന്ദ്ര സർക്കാരാണ്. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അതേപോലെ ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് അവലംബിക്കാവുന്ന വിവിധ മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ. ഇനി പ്രധാനമായും കേരളത്തിൽ 2 മഴക്കാലമാണുള്ളത്. അത് ഏതൊക്കെയാണ്? തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലവും അതേപോലെ അതിന് വേറൊരു പേരാണ് കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ